ഹോർമുസിലെ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചു ഭാരതം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയിലാണ് ശക്തമായ പ്രതിഷേധം അറിയിച്ചത്. പരിക്കേറ്റ നാവികർക്ക് ആവശ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കും എന്നും ഭാരതം അറിയിക്കുന്നു. വിവരങ്ങളുമായി ഷിൻസ് സെബാസ്റ്റ്യൻ ചേരുന്നു. ഷിൻസ്, ശക്തമായ ഭാഷയിലാണ് ഭാരതീയനായ ഒരു നാവികൻ കൊല്ലപ്പെടാനുണ്ടായ ഈ ആക്രമണത്തെ അപലപിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഹോർമുസ് കടലിടുക്കിൽ അബുദാബി ആസ്ഥാനമായുള്ള അഡ്നോ കമ്പനിയുടെ 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ കടുത്ത ആശങ്കയാണ് ഭാരതം രേഖപ്പെടുത്തിയത്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ദില്ലിയിലെ ഇറാൻ ഡെപ്യൂട്ടി അംബാസിഡറെ വിളിച്ചു വരുത്തി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ മുഹമ്മദ് ജവാദ് ഹുസൈനെയും മറ്റ് ഇറാനിയൻ നയതന്ത്രജ്ഞരെയുമാണ് വിളിച്ചു വരുത്തിയത്. ഒമാന്റെ അതിർത്തിക്കുള്ളിൽ നടന്ന ആക്രമണത്തിൽ ഭാരതം ആശങ്ക പ്രകടിപ്പിച്ചു. ഇതിനോട് കടുത്ത പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ നാവികർക്ക് നേരെയുള്ള അതിക്രമങ്ങളും അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുന്ന നീക്കങ്ങളും അംഗീകരിക്കാനാവില്ലെന്ന് ഭാരതം ഇറാന്റെ നയതന്ത്രജ്ഞരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് കടലിലൂടെ സഞ്ചരിച്ച അബുദാബി ആസ്ഥാനമായ MD അൽബഹിയ, MD മൊംബാസ കപ്പലുകളിലെ ജീവനക്കാർക്ക് നേരെയാണ് ഇറാന്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടായത്. ഈ 2 കപ്പലുകളിലായി 46 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 30 പേരും ഭാരതീയരായിരുന്നു. അതിൽ ഒരാൾ അൽബഹിയ ടാങ്കറിലെ ജീവനക്കാരായിരുന്നു ഒരാളാണ് കൊല്ലപ്പെട്ടത്. അതിൽ തന്നെ ആ കപ്പലിൽ തന്നെ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അൽബഹിയ കപ്പലിൽ ഉണ്ടായിരുന്ന 12 ഇന്ത്യക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. അതോടെ തന്നെ മൊംബാസ കപ്പലിൽ 18 ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. ഇതിൽ 9 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 2 പേരുടെ സ്ഥിതി ഗുരുതരമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു സ്ഥിതി ആശങ്കാജനകമാണെങ്കിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളും കാര്യക്ഷമമായി ഇടപെടുന്നുണ്ട്. ഈ സ്ഥിതിവിശേഷം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ ചികിത്സ നൽകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങളും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും നയതന്ത്ര കാര്യാലയങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് പരിക്കേറ്റവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ഇപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സാധാരണക്കാരായ നാവികർക്ക് നേരെ അടക്കമുള്ള ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതിൽ ദാരുണമായ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഒരു ഭാരതീയൻ കൊല്ലപ്പെടുകയും നിരവധി ഭാരതീയരായ നാവികർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഈ സാഹചര്യത്തിൽ ഭാരതം ഇതിനെതിരെയുള്ള കടുത്ത പ്രതിഷേധം അറിയിക്കുകയും പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ നൽകുന്ന അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം എടുത്തിട്ടുണ്ട്. ഏതായാലും വിനോദ്, വ്യക്തമാണ്. ഹോർമുസിൽ ഭാരതീയ നാവികൻ കൊല്ലപ്പെടാനിടയുണ്ടായ ആക്രമണം, ഇറാൻ നടത്തിയ ആക്രമണത്തിലാണ് ഭാരതീയ നാവികൻ അടക്കമുള്ള ആളുകൾ കൊല്ലപ്പെട്ട ഈ സംഭവത്തിലാണ് ഭാരതം ശക്തമായ പ്രതിഷേധം ഇറാനെ അറിയിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു UAE-യിൽ നിന്നും ഷിൻസ് സെബാസ്റ്റ്യൻ.